ഈ ടെക്നോളജീനെ നമുക്ക് കമ്പയർ ചെയ്യാൻ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വായന അല്ലെങ്കിൽ ബുക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ വരുന്നത്. ഇത് വെരി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? നമുക്കൊരു ഡീപ്പ് നോളജ് ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഫ്ലാഷായി പോയിക്കൊണ്ടിരിക്കുന്ന അറിവാണ്. നിങ്ങൾക്ക് 1 million വീട് വേണോ? തീർന്ന ആളുകൾ വീണ്. ഇമാജിനേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ആളുകൾക്ക് ഓർമ്മ എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. റീല് കണ്ട് ചേഞ്ച് വരുത്തുന്ന ആൾക്കാർക്ക് അതിന് റാഷണലി ഒന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് അതറിയൂല. ശരിക്കും നമ്മളെ മെമ്മറി നമുക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡു വി റിയലി ഹാവ് എനി മെമ്മറി? യെസ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബുക്ക് സെക്കൻഡ് പാർട്ടാണ്. അതെ, ബുക്കിൻ്റെ പേരാണ് ദ ഷാലോ. നിങ്ങൾ ഫോണും മൾട്ടിമീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇതിലൂടെയൊക്കെ അഡിക്ഷനിലൂടെ കഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ദിസ് വൺ ഇസ് ഫോർ യു. അതെ, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുന്ന നല്ലതായിരിക്കും. ഇറ്റ് ഫ്ലോസ് ഇൻ ടു ദിസ് ഡീപ്പ് പ്രോസസ്സിങ് എന്നുള്ള ഒരു പാർട്ട്, ഒരു പാസ്റ്റ് ലൈഫിനെ കുറിച്ചൊക്കെ അറിയാനും അങ്ങനെ ഒരു ഇതിനെയാണ് ഈ ബ്രെയിൻ ഒരു നോർമൽ ഫംഗ്ഷനാണ് ബ്രെയിനിനെ ഇത് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊന്ന് നമുക്ക് അതിൽ സ്റ്റാർട്ട് ചെയ്താലോ? അതെ അതെ, ഡീപ്പ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളൊരു കാര്യത്തെ പറ്റി അറിയുന്നു. ആ കാര്യത്തെ അറിഞ്ഞതിനെ പറ്റിയിട്ട് നമ്മൾ ഡീപ്പായിട്ട് കുറച്ചുകൂടി ഉള്ളിലേക്ക് കടന്ന് നമ്മൾ ആ കാര്യത്തെ പറ്റി അറിയുന്നു. ഒപ്പം തന്നെ നമ്മൾ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. നമ്മൾ അറിയണ കാര്യത്തിനെ കുറച്ചും കൂടിയും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് ചിന്തിക്കുക എന്ന് പറയില്ലേ, അത് അങ്ങനെ ചിന്തിച്ച് നമ്മൾ ക്രിട്ടിക്കലി ചിന്തിക്കും. ഒരു കാര്യത്തിനെ പറ്റി അറിഞ്ഞ കാര്യത്തിനെ എങ്ങനെ നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കും, അല്ലെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങളെ എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ആ കാര്യത്തിനെ പറ്റി നമ്മൾ ഒരു ഭാവന ഉണ്ടാവും. നമ്മൾ ആ കാര്യത്തെ പറ്റി ആലോചിക്കും. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പുസ്തകം വായിക്കണ ഒരു പ്രോസസ്സിലാണ് ഞാൻ പറയണത്. നമ്മൾ ആ ഒരു ഡീപ്പ് പ്രോസസ്സിംഗ് ആണ് പുസ്തകം വായന. കാരണം നമുക്കൊരു കമ്പയർ ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് ഈ ടെക്നോളജീനെ നമുക്ക് കമ്പയർ ചെയ്യാൻ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വായന അല്ലെങ്കിൽ ബുക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ വരുന്നത്. ഒപ്പം നമ്മൾ ഇമാജിനേഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ ആ ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷനാണ് ഈ പ്രോസസ്സിൽ. ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റാണ് നമ്മൾ ഈ ടെക്നോളജിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കൊരു ഡീപ്പ് നോളജ് ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഫ്ലാഷായി പോയിക്കൊണ്ടിരിക്കുന്ന അറിവാണ്. അതിൽ റൈറ്റ് ഏതാ റോങ് ഏതാണെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഒപ്പം തന്നെ നമ്മൾ റിഫ്ലക്ഷൻ ഒന്നുമില്ല. നമ്മൾ പെട്ടെന്ന് കാണുന്നു, നമുക്ക് ക്ലിക്കാവുന്നു, നമ്മൾ അതിനെ ഒന്നെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാ തിയറി തന്നെ സേവ് ചെയ്യാണല്ലോ. നമ്മൾ പെട്ടെന്ന് നോക്കാം, നമ്മളത് കീപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മളതിനെ പിന്നീട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ കിട്ടിയ ഇൻഫർമേഷനെ പറ്റിയിട്ട് ഒരു ക്രിട്ടിക്കലി നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല. നമ്മളത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യണം ചിലപ്പോൾ. കാരണം നമുക്കൊരു ഇമാജിനേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാരണം നമുക്ക് ഇമാജിൻ ചെയ്യാനുള്ള സമയമില്ല. ഇമാജിനേഷൻ ആകെയുള്ള റീൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ റീൽ ഉണ്ടാക്കണവർക്ക് ഇമാജിനേഷൻ ഉണ്ടാകാതിരിക്കാം, പക്ഷെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് അതും ഇല്ലല്ലോ. ഇല്ല, പക്ഷെ നമ്മളൊരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു നോളജ് അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ നമുക്കില്ല. അപ്പോൾ അത് കോൺസെൻട്രേഷൻ ആകെ ഉള്ളത് നമ്മൾ അതിൽ ഫോണിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൂ. നോളജ് അക്വയർ ചെയ്യുന്നതിനും ഇതേ പ്രശ്നം തന്നെയുണ്ട്. അതെ അതെ അതെ. ഇപ്പം ഡീപ്രോസസ്സിങ് ചെയ്ത് നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ആർ ഗെയിനിങ് സംതിങ്. പക്ഷേ റീല് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിലും. പക്ഷേ ഷാലോ ആയിട്ടുള്ള ഒരു നോളജ് മാത്രമാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. ഇത് വെരി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ നമുക്ക്? ഇപ്പം അതായത് നോളജ് രണ്ട് തരത്തിലുള്ള നോളജ് ഉണ്ട്. ഒന്നൊരു ഒരു ഡീപ്പായിട്ടുള്ള നോളജും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഷാലോ ആയിട്ടുള്ള നോളജ് ഉണ്ട്. ഇപ്പം ഡീപ്പായിട്ടുള്ള നോളജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട്, ഇപ്പോൾ ഒരു വിഷയമാണെങ്കിൽ ആ വിഷയത്തിനെ പറ്റിയിട്ട് ആഴത്തിൽ അറിഞ്ഞ് പഠിച്ചിരിക്കുന്നതാണ് ഡീപ്പ് നോളജ്. ഇപ്പോൾ അത് എല്ലാ സബ്ജക്റ്റിലും ഇപ്പോൾ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള നോളജുകൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫൈനാൻസിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞ് നമ്മൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ച് നമ്മൾ അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കത് ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ രണ്ടാമത്തെ തരത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പോലെ അല്ലെങ്കിൽ ഒരു ഫ്ലാഷി ബ്രെയിനുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം നോളജിന് ഡീപ്പായിട്ട് അവർ അറിയില്ല എന്ന് മാത്രമല്ല, അവർ സെർച്ച് ചെയ്യുന്നത് ആ നോളജ് എവിടെ ഇരിക്കണേന്ന് മാത്രമേ അവർക്ക് അറിയുള്ളൂ. ഇപ്പോൾ ChatGPT ആണെങ്കിൽ ChatGPT, ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിൾ, നമുക്ക് അവിടെ ഉണ്ട് എന്ന് അറിയുള്ളൂ. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് റിപ്ലൈ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആൻസറാണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു മൈക്രോ ആൻസറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ അറിയണതും നമുക്കൊരു ബ്രോഡായിട്ടുള്ള അറിവുള്ളതും രണ്ടും രണ്ടാണ്. ഉറപ്പായിട്ടും
ഞാൻ നമ്മളെ ഡയറ്റിന്റെ ലിജിൻ പറഞ്ഞ ഡയറ്റിന്റെ വെരി എക്സാമ്പിളാണ് പറയാം. ഡയറ്റ് ഒരു ഇന്ന സാധനം കഴിക്കണ്ട എന്ന് പറയണത്, അല്ലെങ്കിൽ ഇന്ന സാധനം നമ്മൾ കൺസ്യൂം ചെയ്യണത് നമ്മുടെ ബോഡി എന്താണെന്ന് നമുക്കറിയണം, നമ്മുടെ ബോഡിയുടെ ടൈപ്പ് എന്താണെന്ന് അറിയണം, പാറ്റേൺ എന്താണെന്ന് അറിയണം. അതിന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയണം. അല്ലാണ്ട് നമ്മൾ ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞ് അപ്പം തന്നെ നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ. പണ്ടത്തെ വലിയ സംഭവമായിരുന്നല്ലോ വനിത. അതെ, എൻ്റെ അമ്മയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇത് വനിതയെ നോക്കി വായിച്ചിട്ട് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്ന സാധനം ഉപയോഗിച്ചാൽ മതി എന്നൊക്കെ രീതിയിൽ. പക്ഷെ അവരാരും ഇന്ന സാധനം ഉപയോഗിച്ചാൽ മതി എന്ന് വനിതയിൽ ഒരു വരി എഴുതി വെച്ച് കഴിഞ്ഞാൽ ആരും ഉപയോഗിക്കത്തില്ല. അതിനെക്കുറിച്ച് ഒരു ഫീച്ചർ ഉണ്ടാവും, അതിനെക്കുറിച്ച് പറയുന്നുണ്ടാവും. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വ്യത്യാസം ഉണ്ടായി, ഇതിൻ്റെ കാര്യം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് അവർ വേറൊരാളോട് ചോദിച്ചു നോക്കുമ്പോൾ നിങ്ങൾ ചെയ്തിട്ട് എങ്ങനെയുണ്ട്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കേട്ടു, നമ്മളത് പോയി ചെയ്തു. എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ചോദ്യം അതാണ്, എങ്ങനെയാണ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു വർക്കൗട്ട് റെജീം ഫോളോ ചെയ്യുന്നത്. കാരണം ഞാൻ ഉണ്ടാക്കിയ വർക്കൗട്ട് റെജീമാണ്. ഞാൻ ഡീപ്പായിട്ടിരുന്ന് പഠിച്ചു, വായിച്ച്, എഴുതി. നമുക്ക് നമ്മുടെ ലിജിന്റെ ബ്രെയിൻ ഓൾട്ടർ ചെയ്തത്, ലിജിൻ അതിലെ ആക്റ്റീവ് പ്രോസസ്സായിട്ട് ലിജിൻ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ലിജിന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ചിലപ്പോൾ. ഇപ്പോൾ ഈ റീല് കണ്ട് ചേഞ്ച് വരുത്തുന്ന ആൾക്കാർക്ക് അതിനൊരു റാഷണലി ഒന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് അതറിയൂല. അതാണ് ചിലർ ഈ നൊയമ്പ് നോക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞവരാണ്. ഒരു ദിവസം നൊയമ്പ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടി തീർന്നു, ഇനി പോകുന്നില്ല എന്നുള്ള രീതിയിലാണ്. അതുപോലെ ഡയറ്റും ഒരു പ്രാവശ്യം ഒന്ന് ഫെയിലായി കഴിഞ്ഞാൽ, ഒരു ദിവസം ഫെയിലായി കഴിഞ്ഞാൽ തീർന്നു, ഇല്ല ഡയറ്റ് പൊളിഞ്ഞു എന്ന് പറയും. ദാറ്റ്സ് നോട്ട് ദ ഫാക്ട്. കാരണം അതിന്റെ റാഷണൽ എന്താണ് ആ ഡയറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാലാണ് എന്തുകൊണ്ടാണ് കുഴപ്പമില്ല ഒരു പ്രാവശ്യം ദാറ്റ്സ് ഓക്കെ, ഗെറ്റ് ബാക്ക് ടു ഇറ്റ് എന്നുള്ളത് മനസ്സിലാവുന്നത്. വിച്ച് ഇസ് ട്രൂ. എനിക്ക് ഒരു പല രീതിയിൽ അത് എനിക്ക് അഗ്രി ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നമ്മൾ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ അവരോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കലിപ്പ് വേണ്ടത്. ആ ബിസിനസ്സിലിരിക്കുന്ന ആൾക്കാരാണ് ഇത് സോഷ്യൽ മീഡിയയുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ. ബിസിനസ് ഓഫ് ഡിസ്ട്രാക്ഷൻ എന്നാണ് സോഷ്യൽ മീഡിയനെ ഇപ്പോൾ വിളിക്കുന്നത്. പിന്നെ അല്ലാണ്ട് നമ്മളത് പല ബുക്കുകളിലും ഡിസ്കസ് ചെയ്ത്, ഇപ്പോൾ നമ്മൾ ആ ഒരു 1 തിങ് എന്നൊക്കെ പറയുന്ന ബുക്കുകളിൽ നമ്മൾ അതിനെ പറ്റി കൂടുതൽ പറഞ്ഞതാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ ക്ലിക്കിലും അവർ മണി ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ. പക്ഷേ ഇത്തരം ബിസിനസ്സുകളുടെ അവരുടെ ഒരു ബിസിനസ് ഐഡിയ തന്നെ വെലോസിറ്റി ആൻഡ് ഡിസ്ട്രാക്ഷനാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ആൾക്കാരനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റണോ അതാണ് അവരുടെ ബിസിനസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡീപ്പ് നോളജിലേക്ക് ഒരാൾ പോവാതിരിക്കാം. ഇപ്പോൾ ലിജിനൊക്കെ ഡയറ്റാണ് ലിജിനെ എക്സൈറ്റ് ചെയ്യിക്കണമെന്ന് സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിജിൻ ഡയറ്റിനെ പറ്റി അറിഞ്ഞ് ഡയറ്റിനെ പറ്റി കൂടുതലായിട്ട് ഡീപ്പ് ഡൈവിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ദേ ആർ ലൂസിങ് എ കസ്റ്റമർ. കാരണം ലിജിനെ അവിടെ കീപ്പ് ചെയ്ത് അടുത്ത സാധനം കൊടുത്ത് ലിജിന് ഇതിലേക്ക് ഇങ്ങനെ റൺ ചെയ്യിച്ചുകൊണ്ടിരിക്കലാണ് അതിൻ്റെ. നമ്മൾ ഒരു സമയത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളതിലേക്ക് ഫോളോ ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ലിജിനൊരു ഡീപ്പ് നോളജ് വേണമെങ്കിൽ ലിജിൻ അവരുടെ കസ്റ്റമർ അല്ല. അപ്പോൾ അവരുടെ കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് യു ഡിസ്ട്രാക്റ്റഡ്, മേക്ക് യു ഫ്രാഗ്മെന്റഡ്. ലിജിന് എക്സൈറ്റ്മെന്റ് തന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ പ്ലഷർ മാറ്റി കാണിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ പൈസക്കാരനാവാം, റിയൽ എസ്റ്റേറ്റ് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ നമ്മൾ ഇത് സാധനത്തിന് നിങ്ങൾക്ക് 1 million വീട് വേണോ, തീർന്നു ആളുകൾ വീണ് 3 സ്ഥലത്ത് വീട് വാങ്ങി കഴിഞ്ഞ് ഇപ്പൊ നിങ്ങൾ മില്യണർ ഓക്കെ എന്നാ ഇവിടെയാണ് നമ്മൾ അവിടെ പോവാണ്. അപ്പോൾ നമ്മളങ്ങനെ പണ്ട് പോയത് ഓർക്കണ്ടോ? പിന്നെ അല്ലാണ്ട് നമുക്ക് ആ സബ്ജക്റ്റിൽ നമുക്ക് ഡീപ്പ് നോളജ് വേണമെന്നില്ല. നമുക്ക് ഡീപ്പ് നോളജ് വരുത്തണം ആ ബിസിനസ് ഓണേഴ്സിനും ഇല്ല. കാരണം നമ്മൾ ഡീപ്പ് നോളജിലേക്ക് പോയി നമ്മൾ ദേ ആർ ലൂസിങ് എ കസ്റ്റമർ. നമ്മൾ അതിന്റെ ഒരു ന്യൂമറിക് മെട്രിക്സ് നമ്മൾ ഒരിക്കൽ പറഞ്ഞാലല്ലേ, ഇതിനെ ഇത്ര സമയം TV കാണിച്ചു കഴിഞ്ഞാൽ ഫോണിൽ എടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കമ്പനിയും അതിൽ അഡ്വർടൈസ് ചെയ്യണവരും എത്ര പൈസ ഉണ്ടാക്കണം എന്നുള്ളത്. ആളുകൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ സാധാരണക്കാരാണ് ലൂസ് ചെയ്യുന്നത്. അതെ, നമുക്ക് ഏറ്റവും കൂടുതൽ ലൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞിട്ട് മെമ്മറി. അതെ ക്ഷമ. ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിക്കുന്നത്. നമ്മൾ പറയും, നമ്മൾ 2 ദിവസം കഴിഞ്ഞ് കാണുമ്പോഴത്തേക്ക് നമ്മൾ പറയും പേര് മറന്നുപോയി, ഐ എം നോട്ട് ഗുഡ് വിത്ത് നെയിംസ്. എല്ലാവരും ഞാനിപ്പോൾ ആളുകൾക്ക് ഓർമ്മ, ഞാൻ സഹിതാട്ടോ, ആളുകൾക്ക് ഓർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എവിടെയെങ്കിലും കലണ്ടറിൽ കുറിച്ചിടും. എൻ്റെ മമ്മിക്ക് സകല ആളുകളുടെ ഫോൺ നമ്പർ അറിയാം, കാണാപ്പാടം. പണ്ട് മറ്റേ കുത്തി വിളിക്കുന്ന ഫോണാണെങ്കിൽ ഒരു ഡയറിക്കകത്ത് എഴുതിയിടുവോ, അല്ലെങ്കിൽ കാണാപ്പാടം അറിയോ, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. 10-60 വയസ്സായ ആൾക്ക് ഒരു പ്രശ്നമില്ല, എൻ്റെ ഫോൺ നമ്പർ അറിയാം എല്ലാവരുടെയും. പക്ഷെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഭാര്യയുടെ ഫോൺ നമ്പർ മാത്രമേ അറിയാവുള്ളൂ എന്ന് പറഞ്ഞു. സോ ഇറ്റ്സ് ജസ്റ്റ് വി ആർ ലൂസിങ് അവർ മെമ്മറി. ഇപ്പം അതെങ്ങനെയാണ് നമ്മളെ ഇതിപ്പോൾ ഒരു മെമ്മറി എന്ന് പറഞ്ഞാൽ ആ ഒരു ഫാക്ടറിനെ എങ്ങനെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്? മെമ്മറി ഉണ്ടാവുക വെച്ചാൽ ബയോളജിക്കൽ, കെമിക്കൽ ആൻഡ് അനാറ്റമിക്കലി നമുക്ക് ബ്രെയിനിൽ ചേഞ്ച് ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ്. അല്ലെങ്കിൽ നമുക്കൊരു മെമ്മറി, ഒരു സംഭവം നമ്മുടെ ബ്രെയിനിൽ കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ
ഇത് ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഫ്ലാഷ് മെമ്മറി, അല്ലെങ്കിൽ നമുക്ക് മെമ്മറി, അതായത് മെമ്മറി കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത്തിരി കൂടി ഒരു ഡീപ്പായിട്ടുള്ള, അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് വേണം, അറ്റൻഷനും നമുക്ക് വേണം. ഇത് മൂന്നും നമുക്കില്ല. നമുക്ക് ഡെപ്ത് ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ആ ഒരു ഷാലോ ഇൻഫർമേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മെമ്മറൈസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് സ്ട്രക്ചറും, അല്ലെങ്കിൽ നമുക്ക് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള അറ്റൻഷനും ഇല്ല. അപ്പോൾ നമ്മൾ അറ്റൻഷനുള്ള സാധനമാണ്. അറ്റൻഷനും മെമ്മറിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. നമുക്ക് എത്രത്തോളം നമ്മളൊരു സാധനത്തിന് അറ്റൻഷൻ കൊടുക്കണോ അത്രത്തോളം നമ്മുടെ ബ്രെയിനിൽ അതിനുള്ള മെമ്മറി സ്പേസ് കൂടും. ഇപ്പം ഇതൊന്നും നമുക്കില്ല. അപ്പോൾ നമുക്ക് ആ ഒരു വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു നേരത്തെ പറഞ്ഞ ഒരു CPU മെമ്മറി, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെമ്മറി. ആ മെമ്മറി വെരി ഫ്രാക്ഷൻഡാ, അതിങ്ങനെ ചിന്നിച്ചിതറി കിടക്കുകയാണ്. അപ്പോൾ ലിജിൻ പറഞ്ഞ ആ മമ്മിയുടെ എക്സാമ്പിൾ പോലെ തന്നെ നമ്മുടെ ജനറേഷൻ വി ആർ ഗുഡ് അറ്റ് ഫോർഗറ്റിംഗ് തിങ്സ്. നമ്മൾ മറക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാരണം നമുക്കൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല, എല്ലാം ഇൻഫർമേഷൻ ഇതിലുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളെ മെമ്മറി നമുക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡു വി റിയലി ഹാവ് എനി മെമ്മറി? ഇപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഇപ്പോൾ നമ്മൾ മെമ്മറി നമ്മൾ ഫോട്ടോ ആയിട്ട് എടുത്ത് വയ്ക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഫോൺ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ മെമ്മറീസ് ഉണ്ടോ? പാടാ. കാരണം നമുക്ക് ആ ഫോട്ടോ മെമ്മറി അല്ലാണ്ട് നമ്മൾ ഇതിന് പറയുന്ന വേറെ കാരണമുണ്ട്. നമ്മൾ ലിവിങ്, നമ്മൾ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ലിവ് ചെയ്യണില്ല. നമുക്ക് അവിടെ ആ മൊമെൻറ്റിൽ നമുക്ക് അറ്റൻഷൻ ഇല്ല. ആ മൊമെൻറ്റിൽ നമുക്ക് നമ്മുടെ ലൈഫ് അവിടെ ഇല്ല. നമ്മളെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഓരോ മൊമെൻറ്റിലും. നമുക്ക് അവിടെ അറ്റൻഷൻ ഇല്ല. അപ്പോൾ നമ്മൾ വി ആർ ട്രൈങ് ടു ക്യാപ്ചർ ഇറ്റ് ഇൻ ടെക്നോളജി, അല്ലെങ്കിൽ ഈ മീഡിയ വെച്ചിട്ട്. പക്ഷേ ആ മീഡിയ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് നമുക്ക് മെമ്മറി ഇല്ല. കാരണം നമുക്കൊരു നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടില്ല, നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ വി ആർ ഡൂയിങ് ദാറ്റ് ടു പ്ലീസ് അതേഴ്സ്, അല്ല മറ്റുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഇൻസ്റ്റയിൽ ഫോട്ടോ ഇടാനും, അല്ലാണ്ട് നമുക്ക് ആസ്വദിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അറ്റൻറ്റീവായിട്ട് നമ്മൾ ചെയ്യണില്ലല്ലോ ആക്ടിവിറ്റീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലുള്ള കണക്ഷൻസും ഇല്ല എന്ന് പറയണത്. അപ്പോൾ ഒരു ഹ്യൂമൻ കണക്ഷൻ, നമ്മളൊരു സ്ഥലത്ത് ചെന്ന് നമ്മൾ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് നമ്മളൊരു ഫാമിലിയുടെ കൂടെ ആണെങ്കിലും നമ്മൾ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്ത് ആസ്വദിച്ചാലാണല്ലോ ആ ഒരു മൊമെന്റ് നമ്മൾ ജീവിക്കണുള്ളൂ. ഇത് നമ്മൾ ആ മൊമെന്റ് അല്ല, അവിടെയും നമ്മളൊരു സോർട്ട് ഓഫ് ഡിസ്ട്രാക്റ്റഡ് ആണല്ലോ കംപ്ലീറ്റ്ലി. അതെ, എനിക്കൊന്ന് ഇപ്പം ഈ മെമ്മറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ നല്ല മെമ്മറീസ്, എവറിത്തിങ് ഇസ് അറ്റാച്ച് ടു എൻ ഇമോഷൻ. അതെ അല്ലേ? നമ്മളൊരു ഇമോഷനോട് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ മെമ്മറിയും നമ്മുടെ കൂടെ ഓർമ്മ വെക്കുന്നത്. നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുന്നത്, നമ്മൾ ട്രൈ ചെയ്യുന്നത് ആ ഇമോഷനെ ക്യാപ്ചർ ചെയ്യാനല്ല, നമ്മൾ ചെയ്യുന്ന ആ ഫ്രെയിമിനെ നന്നായിട്ട് എടുക്കാനാണ്. അപ്പോൾ നമ്മൾ മറന്നു പോകുന്നത് ആ ക്യാമറയുടെ മുകളിൽ കൂടെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ മകൻ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാം, ഒരു എന്തൊരു ആദ്യമായിട്ട് ചെയ്യുന്നതായിരിക്കും, ആദ്യമായിട്ട് കമളുന്ന ഒരു വീഡിയോ ആയിട്ട് എടുക്കാം. പക്ഷെ നമ്മളിങ്ങനെ നോക്കിയിട്ട് അയ്യോ എൻ്റെ അതിന് നമ്മുടെ മൈൻഡിലോ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലോ നമ്മൾ പ്രോസസ്സ് ചെയ്യണില്ല. വി ആർ ജസ്റ്റ് മേക്കിംഗ് ഇറ്റ്, അല്ലെങ്കിൽ നമ്മളത് ക്യാപ്ചർ ചെയ്യണമെന്നല്ലാണ്ട് നമുക്ക് നമ്മളാദ്യം നമ്മൾ സ്വയം നമ്മളതിനെ ഒന്ന് ആസ്വദിക്കണമല്ലോ. കുറച്ച് മൊമെന്റ്സ് ആണെങ്കിൽ പോലും, വളരെ ചെറിയ മൊമെന്റ്സ് ആണെങ്കിൽ പോലും. ഇപ്പോൾ ലിജിൻ പറഞ്ഞ ആ മകൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കണതോ, അല്ലെങ്കിൽ അവരുടെ കൂടെ ചേർന്ന് കിടക്കണതോ, ആ മൊമെന്റിൽ നമ്മളുണ്ടെങ്കിലല്ലേ നമുക്കതൊരു മെമ്മറി ആവണല്ലോ. അതേപോലെ ഇമോഷനെയും അത് ചെയ്യുന്നത്, ഇമോഷനില്ലായ്മയാണ് അവിടെ വരുന്നത്. അപ്പം ഇമോഷനെയും ഇത് അഫക്ട് ചെയ്യും, നമ്മുടെ സോഷ്യൽ മീഡിയ ഓവർ യൂസ് അഫക്ട് ചെയ്യുന്നുണ്ട്. നിക്കോളാസ് കാർ അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പം അതിന്റെ മെമ്മറിയുടെ രണ്ടാമത്തെ സ്ഥലമാണല്ലോ ഇമോഷൻ. അപ്പം ഇമോഷൻ ഇല്ലാത്ത ജീവികളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. സത്യമായിട്ടല്ല, എങ്ങനെയാണത് നമുക്ക്, ഹൗ ഡു വി ഗെറ്റ് അഫക്റ്റഡ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് രണ്ട് തരം ഇമോഷൻസ് ഉണ്ടെന്ന് പറയുന്നത്. അതായത് ഒന്നൊരു ലോവർ ലെവൽ ഇമോഷനും ഒരു ഹയർ ലെവൽ ഇമോഷനും. ഇപ്പം ഈ ലോവർ ലെവൽ ഇമോഷൻ എന്ന് പറയുന്നത് എല്ലാ മൃഗങ്ങൾക്കുള്ള ഇമോഷൻസാണ്. ഇപ്പോൾ ദേഷ്യം, അല്ലെങ്കിൽ ഇപ്പോൾ പേടി, അപ്പം അതൊക്കെ നമ്മൾ സർവൈവ് ചെയ്യാനായിട്ട് ഭൂമിയിൽ നിർത്തുള്ള കാര്യം. ഇപ്പോൾ നമ്മളൊരു പട്ടീനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു കല്ലെടുത്ത് കഴിഞ്ഞാൽ അത് പേടിക്കും. എന്നാൽ നമ്മളൊക്കെ ആ പട്ടീനെ കല്ലെടുത്ത് ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അതിന് ദേഷ്യം വരും. അത് മൃഗങ്ങൾക്ക് ഉള്ള പോലെ തന്നെ മനുഷ്യനുള്ളത്. ഇപ്പം നമുക്ക് കുറച്ചൊരു ഹയർ ലെവൽ ഇമോഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ എമ്പതി, ഇപ്പം നമ്മളെ പോലെയുള്ള ഒരാൾ, ഇപ്പം ലിജിൻ കടന്നു പോണ വേദന ഞാനും കൂടി ഉൾക്കൊണ്ടിട്ട് അത് എൻ്റെയും കൂടി വേദനയാണല്ലോ എന്ന് ചിന്തിക്കാനാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത്. ആണ് ഇപ്പോൾ കമ്പാഷൻ. ഇപ്പോൾ ആ ലിജിൻ അങ്ങനെ ഒരു വേദനയെ കൂടെ കടന്നു പോകുമ്പോൾ ലിജിൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നതാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയണ പോലെയുള്ള ഇമോഷൻസ് ഉണ്ടല്ലോ. അതായത് എൻ്റെ നിലനിൽപ്പ് ഞാൻ മാത്രമല്ല, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരും അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ചേർത്ത്
അതിനകത്ത് പിടിക്കണ കുറച്ച് ഹയർ ലെവൽ ഇമോഷൻസ് ഉണ്ട്. ഇപ്പം ഈ സോഷ്യൽ മീഡിയ കാലത്ത് അല്ലെങ്കിൽ ഈ ഡിസ്ട്രാക്റ്റഡ് ലോകത്തിൽ ഹയർ ലെവൽ ഇമോഷൻസ് മനുഷ്യന് ഇല്ലായിട്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതായത് നമുക്കൊരു ഇമോഷൻ, ഹയർ ലെവൽ ഇമോഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ ഒരു മൊമെന്റിൽ ജീവിക്കണം, അല്ല നമ്മൾ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ ജീവിച്ചാലേ ഇതിനൊക്കെ സമയമുള്ളൂ. ഇപ്പോൾ നമുക്കൊരു എമ്പതി ഉണ്ടാവണമെങ്കിൽ, മറ്റുള്ള ആളുടെ ഒരു അനുകമ്പ ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു ദർ ആർ മൊമെന്റ്സ് ദാറ്റ് യു ഹാവ് ടു സ്പെൻഡ് ഫോർ ഇറ്റ്. അല്ലെങ്കിൽ നമുക്ക് അതിനൊരു നമ്മുടെ ഹാർട്ടിനോട് ചേർത്ത് വെക്കാൻ പറ്റണം. അതിനൊന്നും നമുക്ക് പറ്റുന്നില്ല. ഇപ്പം നമ്മൾ മുമ്പൊരിക്കൽ വീഡിയോ പറഞ്ഞ പോലെ മരണം കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ചിലപ്പോൾ വിവാഹമാണ്, അത് കഴിഞ്ഞ അടുത്ത ട്രിപ്പാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രാഗ്മെന്റഡ് ആണ്, നമുക്ക് ആ ഒരു ഇമോഷണൽ സെൻസിലും മനുഷ്യൻ ഫ്രാഗ്മെന്റഡ് ആണെന്ന് പറയുന്നത്. ഒരു ഇമോഷണൽ ഇന്റലിജൻസ് തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതെ ആണ്, കറക്റ്റ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റോറീസ് എല്ലാം അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത, അത് ആഗോളാനന്തര പ്രശ്നങ്ങളല്ല, ചെറിയ പ്രശ്നങ്ങളാണ്. ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, അതിനതിന് സഫർ ചെയ്യാണ്. അത് മാസങ്ങളോളം അവർ അതിൽ കൂടെ ഡീപ്പ് ഡൈവ് ചെയ്ത് അതിനെ അവോയ്ഡ് ചെയ്യാൻ വീണ്ടും ഡിസ്ട്രാക്ഷനിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ ചെറിയൊരു കാര്യത്തിൽ അതിന് ഏത് കോഴ്സ് എടുക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റാണ്ട് 1 വർഷത്തോളം ഫോണിൽ അഡിക്റ്റഡ് ആയ ഒരാൾ നമ്മൾ കഥ കേട്ടായിരുന്നു. അതുപോലെ 8 മാസത്തോളം കിടന്നുറങ്ങിയ ഒരാൾ ഫോൺ ഉപയോഗിച്ച്, അതുപോലെ മാസങ്ങളോളം വർഷങ്ങളോളം സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കഥകളാണല്ലോ നമ്മൾ കേൾക്കുന്നത്. അതെ, ഞാനിപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ വരുമ്പം ഇതുണ്ടാവുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ. എൻ്റെ പണ്ടൊരു ഓർമ്മയാണ്, വീട്ടിൽ എൻ്റെ വലിയപ്പച്ചനും വലിയമ്മച്ചിയും ഇപ്പോൾ കൃഷിക്കാരാണ്. വെള്ളം കയറിയിട്ട് കൃഷി മൊത്തം പോയി. ഇറ്റ്സ് എൻ വെരി ബാഡ്, അവർക്ക് ഭയങ്കര ഇമോഷണലി ഇതായിട്ടുള്ളൊരു സമയമാണ്. അവർക്ക് ഫോർ ദം ഇറ്റ്സ് ദി അൾട്ടിമേറ്റ്, അവരുടെ ജോലിയാണത്, ജോലി നഷ്ടപ്പെട്ട പോലെയാണ് അങ്ങനെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അവർ രണ്ടുപേരും കൂടെ ഞാനൊരു ഓവർ ഹിയർ ചെയ്തൊരു കോൺവെർസേഷനാണ്. അവർ അടുത്ത വർഷം ഇതെങ്ങനെ ശരിയാക്കി എടുക്കാം, എങ്ങനെ നമുക്ക് ഫ്ലഡ് വെള്ളം കയറാത്ത രീതിയിൽ ചെയ്യാം, അവിടെ ഇച്ചിരി പൊക്കമുള്ള സ്ഥലത്ത് നമുക്കൊരു കുറച്ചുകൂടെ നടണം. അങ്ങനെ തന്നെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദേ ഡിസ്കസ്ഡ്, ദേ ഫൗണ്ട് എ റീസൺ. ഇവർ ഒത്തിരി ഇൻഫർമേഷനുള്ള ആളുകളൊന്നും അല്ലായിരുന്നു, പക്ഷേ അവർക്ക് ആ ഇമോഷൻ്റെ അപ്പുറത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും ഇതിനെക്കുറിച്ച് ഇത് ചെയ്യാനും. അപ്പം അന്ന് പഠിച്ചൊരു കാര്യമുണ്ട്, നമുക്ക് ഒരു പ്രോബ്ലം അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ഇതും ഇതിൻ്റെ അപ്പുറത്ത്. ഞാൻ കുഞ്ഞിതായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ തകർന്നു പോകുന്നു. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ലിറ്ററലി വീണു പോകും. നമുക്ക് അതല്ല, ഞാൻ പഴയുള്ളവർക്ക് ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ പോലും അവർക്ക് അതിനെക്കുറിച്ചൊരു ഒരു നോളജ് ഉണ്ടായിരുന്നു. ഡിസ്ട്രാക്റ്റഡ് അല്ല, അവർക്ക് അതിനുള്ള അവർ ഡിസ്ട്രാക്റ്റഡ് അല്ല, കാരണം നമുക്ക് മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണില്ലെങ്കിൽ വി ആർ നോട്ട് ലിവിങ് ഇൻ ദാറ്റ് മൊമെൻറ്റ്, അല്ലേ? നമ്മൾ ഓരോ ദിവസവും നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ 1 മാസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്ത് നേടി എന്ന് ചോദ്യത്തിന്, അല്ലെങ്കിൽ എന്ത് മെമ്മറി നമ്മൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതിനനുസരിച്ചിരിക്കും കഴിഞ്ഞ മാസത്തെ നമ്മുടെ ലൈഫ്. നമ്മൾ ബിസി ആയിരുന്നു, നമ്മൾ ഒന്നും ചെയ്യണില്ല, അല്ലെങ്കിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് 1 മാസം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ബ്രെയിനിൽ നമുക്ക് ചേഞ്ചസ് ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണലി ആയിക്കോട്ടെ, നമ്മുടെ മെമ്മറി ആയിക്കോട്ടെ, നമ്മുടെ ജഡ്ജ്മെന്റിൽ എന്തിനെങ്കിലും നമുക്ക് ഇമ്പാക്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യനായിരിക്കുക എന്ന് പറയണ സംഗതിയോട് എങ്ങനെ നമുക്ക് യോജിക്കാൻ പറ്റും? സത്യമായിട്ടും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ടെക്നോളജി എന്ന് പറയുമ്പോൾ അതിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതല്ല ഈ ഒരു ടോക്കിലൂടെ ഇത് ചെയ്യുന്നത്. ബട്ട് ദേർ ഈസ്, നമ്മൾ അതിൻ്റെ ചതിക്കുഴികൾ അറിഞ്ഞിരിക്കുക. അതായത് ഇതൊക്കെയാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുക. പക്ഷേ നമുക്ക് ടെക്നോളജി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇനി അങ്ങനെയുള്ള കാലത്ത് നമ്മൾ ടെക്നോളജി ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളെ ടെക്നോളജി യൂസ് ചെയ്യാണ്ട് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്ത് പഠിക്കുക, അതായത് നമ്മുടെ കൺട്രോളിൽ വരുത്തുക, അല്ലേ? അപ്പം നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്തതല്ല, നമ്മുടെ ജേണി നമ്മൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി റിക്കവറായ ജേണിയാണ്. അപ്പം നമ്മൾ ആൾക്കാരെ ഒത്തിരി ഹെൽപ്പ് ചെയ്യണത് അതിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടില്ല. അവരുടെ സ്റ്റോറീസ് കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവണത് അങ്ങനെയും ഇങ്ങനെയുള്ള രണ്ടും തമ്മിലുള്ള ലൈഫിന് ഡിഫറൻസ്. നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബ്യൂട്ടി ഇല്ലേ, നമ്മളെ ജീവിതത്തിന് ആസ്വദിക്കില്ലേ, അല്ലെ നമ്മൾ മൊമെന്റ്സിന് ആസ്വദിക്കില്ലേ, ബന്ധങ്ങൾ ആസ്വദിക്കുന്നില്ലേ, അല്ലേ? അതെ. അപ്പം എനിക്ക് തോന്നുന്നു ആളുകൾ ഇതിൽ നിന്ന് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഫോൺ പണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെ മറക്കുക എന്നുള്ള ചിന്തയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചിലവർ വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പം അതെന്തിനാണെന്ന് കണ്ടുപിടിക്കുക, അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ നോക്കുക. എനിക്ക് ഡിസ്ട്രാക്ഷൻ വെച്ചാൽ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പറ്റാത്തതുകൊണ്ടോ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പ്രോബ്ലത്തെ സോൾവ് ചെയ്ത് പ്രശ്നം തീർന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ലൈഫിലെ എല്ലാ കാര്യങ്ങളും. സോ
യൂസിങ് ടെക്നോളജി വൈസ്ലി ഈസ് ഓൾവേസ് ഗുഡ്. അതെ അതെ അതെ. കാരണം ഇൻഫർമേഷൻ ഫിംഗർ ടിപ്സിലാവുക. കാരണം നമ്മൾ ചിലപ്പം ടെക്നോളജി ചിലപ്പോൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ജനറേഷൻ്റെ പുറകിൽ ഏറ്റവും അങ്ങേറ്റത്ത് ആയിരിക്കാം, മൂലയ്ക്ക് ആയിപ്പോവും. സോ യു ഹാവ് ടു യൂസ് ഇറ്റ്, പക്ഷേ യൂസ് ഇറ്റ് വൈസ്ലി. അതെ അതെ അതെ. നമ്മളും മുന്നോട്ട് വെക്കുന്ന ഒരു സന്ദേശം അത്ര തന്നെയുള്ളൂ. പക്ഷേ അതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യത്തിൽ ആളുകൾ അതിനോട് അഡിക്റ്റഡ് ആണ്. ആളുകൾക്ക് ഈ പറയുന്ന വികാരങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മെമ്മറി ഇല്ല, ഓർക്കാൻ പറ്റില്ല, പുസ്തകം വായിക്കാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ദേ ആർ ലിവിങ് ഇൻ അതൊരു പ്രോബ്ലമാറ്റിക് ലൈഫാണെന്ന് അവർ തിരിച്ചറിഞ്ഞ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പഠിക്കണം എന്നാണ് ഇത് കേൾക്കണ ആൾക്കാരുടെ നമുക്ക് പറയാനുള്ളത് അല്ലേ. ഇൻ സമറി, നമ്മുടെ തലയിലിരിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുക. നമ്മൾ ബ്രെയിൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. തലയിലിരിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുക. അതിന് മറ്റേ അപ്പുറത്തിരിക്കുന്ന വേറെ ആരാണ്ടര സെർവറിലെ ഇൻഫർമേഷൻ വെച്ച് ജഡ്ജ് ചെയ്യാതിരിക്കുക. ഓക്കെ. അപ്പോൾ താങ്ക് യു ഗായ്സ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. ഇപ്പം സഫർ എന്തെങ്കിലും ഇതിൽ കിടക്ക് പോകുന്നവരാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ടു ഷെയർ ഇത്. അപ്പം അതേപോലെ തന്നെ പല ആളുകളും ഇപ്പം ഞാൻ ഷെയർ ചെയ്ത പോലെയും ശ്യാം ഷെയർ ചെയ്ത പോലെയും അതേപോലെ പല കാര്യങ്ങളും ലൈഫിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമെന്നും ഞങ്ങളെപ്പോലെ പുറത്തു വരാൻ പറ്റുമെന്നും നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നും മനസ്സിലാക്കുന്നത് വലിയൊരു സംഭവമാണ്. സോ പ്ലീസ് ലെറ്റ് us know ത്രൂ കമൻറ്റ്സ്. അല്ലെങ്കിൽ ഇപ്പം ഒരു വെരി പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ വാട്സപ്പിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക. അപ്പം നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക, ഇൻസ്പയർഡ് ഫോക്സിൻ്റെ ജോയിൻ ചെയ്യുക. അതിനകത്ത് നമുക്ക് നമ്മളെ 10-100 ആളുകളുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ലെറ്റ്സ് ഗ്രോ ടുഗദർ, ലെറ്റ്സ് ചേഞ്ച് ദ വേൾഡ് ടുഗദർ. നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. നമുക്ക് കുറച്ച് ബോധത്തോടു കൂടി ജീവിക്കാം. അതെ അതെ. നമുക്ക് ലെറ്റ്സ് ലീവ് ദ മൊമെന്റ്, ലെറ്റ്സ് മേക്ക് മെമ്മറീസ്, ലെറ്റ്സ് ഫൈൻഡ് അവർ ഇമോഷൻസ്, ക്രിയേറ്റ് എ ബെറ്റർ പ്ലേസ് ഫോർ അതേഴ്സ്. അതെ ഉറപ്പായിട്ടും. അപ്പോൾ താങ്ക് യു ഗായ്സ്. അടുത്ത ബുക്കുമായിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.